10 വർഷത്തെ ഭരണത്തിൽ നിന്നും LDFനെ പുറത്താക്കിയത് ഭരണവിരുദ്ധ വികാരമാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിനെ പറ്റിയൊക്കെ ഒത്തിരി സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു വാക്ക് ഞാനൊന്നും സമാപിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു, അത് സംശയമില്ല. നമ്മളത് ഉൾക്കൊള്ളുന്നു. നമ്മളെ UDFനെ ഞാൻ പറഞ്ഞു, അവർ വിജയിച്ചു, എന്നെ അനുമോദിച്ചു. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജയിക്കുവാൻ കഴിയാതെ പോയി. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഭരണവിരുദ്ധ ആ ഒരു തരംഗം ഇന്ന് കേരള സംസ്ഥാനത്തുണ്ടായിരുന്നു. അവിടെ സ്ഥാനാർത്ഥിയെ നോക്കിയായിരുന്നില്ല ആരെങ്കിലും വോട്ട് ചെയ്യുന്നത്. നമ്മളെ നോക്കുകയാണെങ്കിൽ എത്രയോ സ്ഥാനാർത്ഥികൾ അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് ശേഷവും ആ റിസൾട്ട് വരുന്നതിന്റെ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് UDFന്റെ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ ജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് ആത്മാർത്ഥമായ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ സ്ഥാനാർത്ഥികൾ പോലും കൗണ്ട് ചെയ്തപ്പോൾ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു നിലപാടാണ് ജനങ്ങളെടുത്ത UDF ആണോ LDF ആണോ? UDF ആണെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കും, LDF ആണ് ഞങ്ങൾ പരാജയപ്പെടുത്തും. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ MLA-മാർ 5 പേരുണ്ടായിരുന്നു. പൊതുവെ നോക്കുമ്പോൾ നമ്മൾ മത്സരിച്ച സീറ്റുകൾ LDFലെ മറ്റ് സംഘടനകളെല്ലാം പല മണ്ഡലങ്ങളിലും 20,000 മുതൽ 30,000 വരെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് ശരാശരി 8,000 വോട്ടുകൾക്ക് താഴെയാണ്. UDF ആണോ LDF ആണോ എന്ന ചോയ്സിന് മുന്നിൽ ജനങ്ങൾ UDFനൊപ്പം നിന്നു. ഒരിക്കലും ജയിക്കില്ലെന്ന് സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞ പല UDF സ്ഥാനാർത്ഥികളും ജയിച്ചു കയറി. അപ്പോഴും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കുറഞ്ഞ തോത് പ്രതിഫലിച്ചത് LDFൽ കേരള കോൺഗ്രസ് എമ്മിന് മാത്രമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇരിട്ടി കുന്നോത്ത് നടന്ന പാർട്ടി ജില്ലാ ഏകദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലരും നമുക്ക് കാണുവാൻ കഴിയുന്ന PMC ഒപ്പിട്ട് അതിന് അനുകൂലമായി BJPയുടെ ആ നയത്തോട് അനുകൂലമായി നിന്നു എന്നതാണ്. അതിന് കാരണം പറഞ്ഞത് എന്താണ്? അതിന് കാരണം പറഞ്ഞത് അത് LDF ആയിരുന്നപ്പോൾ അവർ ഒപ്പിട്ടു എന്നാണ്. പക്ഷേ കോൺഗ്രസിന്റെ നേതാവ് രാജ്യസഭയിൽ തന്നെ ഇതിനൊരു ചോദ്യത്തിന് ഉത്തരം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയപ്പോൾ അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല, നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നീ എന്താകട്ടെ അവരിൽ നിന്ന് അവർക്ക് പിന്മാറാമായിരുന്നു, ചെയ്തോയില്ല. ഇന്ന് ലൈഫ് മിഷന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എന്തുകൊണ്ടാണ് കേന്ദ്രവും LDFുമായി ഒരു പോരാട്ടത്തിലേക്ക് പോയത്. നമുക്കറിയാം, ഒരു വീട് വെച്ച് കഴിയുമ്പോൾ അവന്റെ സ്വന്തമാണത്. അവൻ അഭിമാനത്തോടുകൂടി സ്വീകരിച്ച് ഒരു വീട്ടിൽ വേറെ വന്നവരുടെ ഒരു കടമെടുത്ത് വെക്കാൻ പാടില്ല. അവനെ അപമാനിക്കുന്ന കുടുംബത്തിനെ അപമാനിക്കുന്ന തുല്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ജില്ലാ പ്രസിഡന്റ് ജോയ് കൊന്നക്കൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങളായ ജോയ്സ് പുത്തൻപുര, അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി, സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കുറ്റിയാനിമറ്റം, രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസ് ചെമ്പേരി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോബിച്ചൻ മൈലാട്ടൂർ, ജില്ലാ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി KT സുരേഷ് കുമാർ, പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിപിൻ തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ ഭാരവാഹികളുടെ സംഘടനാ ചർച്ചയും മണ്ഡലം നിയോജക മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗവും നടന്നു. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി.